ഹലോ ഡിസൈനേഴ്സ്, വെൽക്കം ബാക്ക് ടു UX UI Mania. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ പോർട്ട്ഫോളിയോ ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നൊക്കെ ഒരുപാട് കാര്യങ്ങൾ പോർട്ട്ഫോളിയോയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ ചാനലിനകത്ത് പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ട് ഒരു പ്ലേലിസ്റ്റ് ഉണ്ടാക്കി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതിനെക്കുറിച്ച് കുറച്ച് ബേസ്മെൻ്റ് ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ ഒരു പ്ലേലിസ്റ്റിൽ പോയി ഫുൾ വീഡിയോസുകൾ കാണാം. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ബിഹാൻസിൽ എങ്ങനെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഡിസൈൻ പോർട്ട്ഫോളിയോ ഫ്രീ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്വന്തം പേരിൽ നമ്മുടെ സ്വന്തം ഡൊമൈൻ എടുത്തുകൊണ്ട് ആ പേരിൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി പോർട്ട്ഫോളിയോ ഉണ്ടാക്കാം. മറ്റൊന്ന് എന്ന് പറയുന്നത് ഫ്രീ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നമുക്ക് വെബ്സൈറ്റിൻ്റെ സഹായത്തോടുകൂടി ഫ്രീ ആയിട്ട് ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത നമ്മുടെ പേരിനോടൊപ്പം അവരുടെ പേരും കൂടെ ഉണ്ടായിരിക്കും എന്ന് മാത്രം, ആ ഒരു വെബ്സൈറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ. ഓക്കെ, അപ്പോൾ സ്വന്തമായിട്ടൊരു പേരിലാണ് ഡൊമൈൻ നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതാണ് കുറച്ചും കൂടെ ബെറ്റർ. എപ്പോഴും ഒരു കമ്പനിയിൽ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി കാണിക്കാൻ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷേ അതില്ല എന്ന് പറഞ്ഞിട്ട് വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് ഇന്ന് ഫ്രീ സർവീസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതിൽ വർഷങ്ങളായിട്ട് ഏറ്റവും മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ബിഹാൻസ് എന്ന് പറയുന്നത്. ബിഹാൻസിൻ്റെ ഒരു ലിങ്ക് നിങ്ങളൊരു കമ്പനിയിലേക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് ഓപ്പൺ ചെയ്ത് വർക്കുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ബിഹാൻസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്വന്തമായിട്ടൊരു വെബ്സൈറ്റ് സ്വന്തം പേരിൽ എടുത്തിട്ടില്ലാത്ത ഏതെങ്കിലും ഡിസൈനേഴ്സ് കേരളത്തിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ബിഹാൻസിൽ നിങ്ങൾ നിങ്ങളുടെ പോർട്ട്ഫോളിയോ സ്റ്റാർട്ട് ചെയ്തുകൊള്ളുക. അഥവാ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത് കുറച്ചും കൂടെ മെച്ചപ്പെടുത്തിയെടുക്കുക, വർക്കുകളൊക്കെ ആഡ് ചെയ്യുക. ഓക്കെ, എനിവേ നമുക്ക് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചെയ്തിട്ടില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ ഫ്രം ദ സ്ക്രാച്ച് തുടക്കം മുതലേ നമുക്ക് എങ്ങനെയാണ് ഒരു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഓക്കെ, അപ്പോൾ ഒന്നും കൂടെ ഞാൻ പറയുകയാണ് ഫ്രണ്ട്സ്, ഡിസൈനേഴ്സിന് വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ് ഈ പോർട്ട്ഫോളിയോ എന്ന് പറയുന്നത്. അതുകൊണ്ട് കേരളത്തിലെ ഒറ്റ ഡിസൈനർമാർ പോലും സ്വന്തമായ ഒരു പോർട്ട്ഫോളിയോ ഇല്ലാതെ ഇരിക്കരുത്. പ്രത്യേകിച്ചും ആർക്കെങ്കിലും ഇതുവരെ പോർട്ട്ഫോളിയോ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പരസ്പരം ഈ വീഡിയോസുകൾ നിങ്ങളുടെ ഡിസൈനേഴ്സിൻ്റെ ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ ഷെയർ ചെയ്ത് കൊടുക്കണം. കാര്യം നമുക്ക് കേരളത്തിലെ ഡിസൈനേഴ്സിനെ മാക്സിമം ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് കൊണ്ടുവരിക, അവർക്ക് എങ്ങനെ അവരുടെ വർക്കുകളെ ഈ ലോകത്തിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവരാം, എങ്ങനെ അവർക്ക് ഇൻ്റർനെറ്റിൻ്റെയും അല്ലെങ്കിൽ ഡിജിറ്റൽ സാങ്കേതികത കൂടി കൂടുതൽ ഈ ലോകത്തിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് കൂടുതൽ അവരുടെ വർക്കിനെ അല്ലെങ്കിൽ അവരുടെ ഒരു ടാലൻറ്റിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ പൊതുവെ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ദയവായിട്ട് കേരളത്തിൽ ഒരു പോർട്ട്ഫോളിയോ ഇല്ലാത്ത ഒരു വ്യക്തി പോലും കാണരുത് എന്നുള്ള രീതിയിലേക്ക് നമ്മൾ മാറി വരണം. അതിനെ സഹായിക്കുന്ന നല്ലൊരു പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ബിഹാൻസ് എന്ന് പറയുന്നത്. എല്ലാ ഡിസൈനേഴ്സും നിർബന്ധമായിട്ടും ബിഹാൻസിനകത്ത് ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അതെങ്ങനെയാണെന്നുള്ളത് ഒന്നിന്ന് നോക്കാം. ആദ്യമായിട്ട് behance.net എന്ന് പറയുന്ന നമ്മുടെ അറിയാവുന്ന വളരെ പ്രസക്തമായിട്ടുള്ള എല്ലാ ഡിസൈനേഴ്സിനും അറിയാവുന്ന ഒരു വെബ്സൈറ്റ് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. അതിലേക്ക് ലോഗിൻ ചെയ്യുക. നമുക്ക് ബിഹാൻസിൽ വന്ന് റൈറ്റ് ടോപ്പിലായിട്ട് സൈനപ്പ് കൊടുക്കുക. നമ്മൾ സാധാരണഗതിയിൽ ഒരു വെബ്സൈറ്റിനകത്ത് നമ്മളൊരു അക്കൗണ്ട് ഉണ്ടാക്കുന്ന പോലെ തന്നെ വളരെ ഈസിയാണ്. ഇതിനകത്ത് ഇമെയിൽ ID കൊടുക്കുക, ഫസ്റ്റ് നെയിം, ലാസ്റ്റ് നെയിം, പാസ്വേഡ്, ഡേറ്റ് ഓഫ് ബർത്ത്, കൺട്രി, ഇത്ര മാത്രം കൊടുത്താൽ മതി. നിങ്ങൾക്ക് ക്രിയേറ്റ് അക്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു അക്കൗണ്ട് റെഡി. ഓക്കെ, ഞാനിവിടെ ഇപ്പോൾ UX UI Mania എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. അതുകൊണ്ട് ടോപ്പിൽ സൈൻ ഇൻ ക്ലിക്ക് ചെയ്തു. ആ മെയിൽ ID കൊടുത്തുകൊണ്ട് ഞാനിവിടെ ലോഗിൻ ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ UX UI Mania @gmail എന്ന് പറഞ്ഞിട്ട് ഒരു മെയിൽ IDക്കകത്ത് ഒന്നേന്ന് ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാൻ ആ മെയിൽ ID കൊടുത്തു. അതിനകത്ത് നമ്മുടെ പാസ്വേഡ് കൊടുക്കുകയാണ്. അതിനുശേഷം കണ്ടിന്യൂ ചെയ്യുന്നു. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിനകത്ത് ഫോൺ നമ്പർ ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഫോൺ നമുക്ക് ഒരു ആപ്പ് നമുക്ക് വേണമെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്ത് അതിനകത്ത് വേണമെങ്കിൽ ഫോണിനകത്ത് ഉപയോഗിക്കാം. അതിന് വേണ്ടിയിട്ട് അവർ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. അതുകൊണ്ട് എല്ലാ ഡിസൈനേഴ്സും നിങ്ങളുടെ ഫോണിനകത്ത് നിങ്ങളുടെ iOS ആണെങ്കിലും ആൻഡ്രോയിഡ് ആണെങ്കിലും തന്നെ ബിഹാൻസിൻ്റെ ആപ്പും കൂടി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്കിപ്പ് ആൻഡ് കണ്ടിന്യൂ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാം. അപ്പോൾ പ്രത്യേകം ഓർത്തിരിക്കുക, ഡിസൈനേഴ്സിൻ്റെ എല്ലാം മൊബൈൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പ്രൊഫഷണൽ ആയിട്ടുള്ള എല്ലാ ഡിസൈനേഴ്സിൻ്റെ കയ്യിലും അവരുടെ മൊബൈലിനകത്ത് ബിഹാൻസിൻ്റെ ആപ്പും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു വെബ് പ്ലാറ്റ്ഫോം എടുക്കാതെ തന്നെ നിങ്ങൾക്ക് ഇതുപോലുള്ള പുതിയ വർക്കുകൾ നിങ്ങൾക്ക് കാണാനൊക്കെ തന്നെ ആ ആപ്പിനകത്ത് കയറി പറ്റും. അതുകൊണ്ട് നിർബന്ധമായിട്ട് നിങ്ങളുടെ ഫോണിനകത്തും ബിഹാൻസിൻ്റെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, എനിവേ ഞാനിവിടെ നമ്മുടെ മെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഫ്രണ്ടിൽ എത്തിക്കഴിഞ്ഞു. അപ്പോൾ ഇവിടെ വളരെ സിമ്പിളാണ്. നിങ്ങൾക്ക് ഒരുപാട് ഇതിനകത്ത് വലിയ ടെൻഷൻ അടിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ബിഹാൻസിലെന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പറയുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിനകത്ത് റൈറ്റ് ടോപ്പിലായിട്ട് നിങ്ങൾക്ക് ക്രിയേറ്റ് എ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് സ്വന്തമായിട്ടുള്ള ഒരു ഇത് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാം. ഓക്കെ, അതിനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് എങ്ങനെയാണ് നിങ്ങളുടെ വർക്കുകൾ ഉണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് വരും. എനിവേ നമ്മളിപ്പോൾ പുതിയതായിട്ട് അക്കൗണ്ട് എടുത്തതേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമ്മുടെ പ്രൊഫൈലിൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് സെറ്റാക്കി എടുക്കുക. അതിനായിട്ട് ഈ കാണുന്ന ഇവിടെ ഐക്കണിൽ വന്നിട്ട് ബിഹാൻസ് പ്രൊഫൈലിലേക്ക് ക്ലിക്ക് ചെയ്യുക.
ആ ബിഹാൻസ് പ്രൊഫൈലിൽ വന്നിട്ട് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട ജോലി നിങ്ങളുടെ ലോഗോ ഒരെണ്ണം പ്ലേസ് ചെയ്യുക. അതിനുശേഷം ഇവിടെ ആയിട്ടൊരു ബാനർ സെറ്റ് ചെയ്തിടുക, നല്ലൊരു കളർഫുൾ ആയിട്ടൊരു ബാനർ ഇടുക. ഇതാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടുന്ന ജോലി. അതിനായിട്ട് ബാനർ എന്ന് പറയുന്നതിന് ഇവിടെ സൈസ് അവർ കൊടുത്തിട്ടുണ്ട്. ഈ മെയിൻ ബാനർ എന്ന് പറയുമ്പോഴത്തേക്ക് 3200 പിക്സൽ വിഡ്ത്തിലും അതുപോലെ തന്നെ 410 പിക്സൽ ഹൈറ്റിലുമുള്ള ഒരു വലിയൊരു ബാനർ ഇമേജ് ആണ് ഇവിടെ നമുക്ക് ഫിറ്റ് ആവുന്നത്. നമ്മുടെ രീതിയിൽ നമ്മുടെ ഡിസൈൻ നമ്മുടെ ബ്രാൻഡിങ് പ്രകാരം ഒരു ഇമേജ് ഉണ്ടാക്കിയിടുക. ദെൻ ഇവിടെ നിങ്ങൾ വന്നിട്ട് ഈ പ്ലസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ലോഗോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫോട്ടോ ഇവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇതായിരിക്കണം നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ആദ്യമായിട്ട് നമ്മൾ ഈ പ്ലസിൽ ക്ലിക്ക് ചെയ്ത് ഇതിനകത്ത് അപ്ലോഡ് അവതാർ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലോഗോ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ജസ്റ്റ് എൻ്റെ ലോഗോ ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നമുക്ക് ഫിറ്റ് ആവുന്ന രീതിയിൽ ഇതിങ്ങനെ വലുതാക്കി വെച്ച് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്ക് സൈസ് മാറ്റി ക്രോപ്പ് ആൻഡ് സേവ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ലോഗോ ആദ്യമേ തന്നെ അപ്ഡേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. അത് വളരെ പ്രധാനപ്പെട്ട ജോലിയാണ്. നിങ്ങളുടെ ഫോട്ടോ എങ്കിൽ ഫോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പേരിലാണ് നിങ്ങൾ അക്കൗണ്ട് തുടങ്ങുന്നതെങ്കിൽ അതിന് പറ്റിയ ഒരു ലോഗോ ആദ്യം ക്രിയേറ്റ് ചെയ്യുക, അതവിടെ പ്ലേസ് ചെയ്യുക. ദെൻ ഇവിടെ ആഡ് ബാനറിൽ വന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ബാനർ ഉപയോഗിക്കും. ഞാനിവിടെ പെട്ടെന്നൊരു ബാനർ ഇവിടെ ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. ജസ്റ്റ് ആ പറഞ്ഞ സൈസിൽ ഒരു വലിയൊരു ഇമേജ് എടുത്ത് ജസ്റ്റ് എൻ്റെ ലോഗോ മാത്രം പ്ലേസ് ചെയ്തിട്ടുള്ള രീതിയിലേ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ആർട്ടിസ്റ്റിക്കലായിട്ട് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം. ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു, ജസ്റ്റ് നമ്മുടെ ലോഗോ അതിനകത്തൊന്ന് പ്ലേസ് ചെയ്തു, അത്ര മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം നമ്മുടെ ഇവിടെ സ്ലോഗനും കൊടുത്തിട്ടുണ്ട്, അത്രേ ചെയ്തുള്ളൂ. നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്രിയേറ്റീവായിട്ട് ചെയ്യാം. അത് ചെയ്തതിന് ശേഷം സൈസൊക്കെ വേണമെങ്കിൽ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. എനിവേ കുഴപ്പമില്ല, എനിക്കത് ഫിറ്റായിട്ട് തോന്നുന്നു. ഡൺ അടിക്കുന്നു. ഈ ഡൺ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ജോലി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു ടിക്കായിട്ട് നിങ്ങൾക്ക് വരുന്ന കാണാം, കണ്ടോ? ഫസ്റ്റിലെ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ, ഇതൊക്കെ ആദ്യം അവർ നമുക്കായിട്ട് തരുന്ന ചെക്ക് ലിസ്റ്റ് ആണ്. ഇങ്ങനെ 1 by 1 ആയിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ നമുക്ക് അടുത്തതായിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ക്ലെയിം യുവർ URL എന്ന് പറയുന്നൊരു ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ URL ഏത് പേരിൽ വേണം ഇത് അറിയപ്പെടേണ്ടത് എന്ന് വെച്ചാൽ be.net/ എന്ത് പേരിൽ അറിയപ്പെടണം. ഞാനിവിടെ UX/UI മാന്യ എന്നുള്ള പേര് കൊടുത്തു. അതിനുശേഷം അതവിടെ ആണ്. അത് മാറ്റണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പേര് അവിടെ നിന്ന് മാറ്റിക്കൊടുക്കുക. അതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ദെൻ നിങ്ങൾ ചെയ്യേണ്ടുന്ന അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്ലാറ്റ്ഫോം നിങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിങ്ങൾ ശ്രദ്ധിക്കുക ഇവർക്ക് എന്തൊക്കെയാണ് ഫെസിലിറ്റികൾ ഉള്ളതെന്നുള്ളത്. ഇവിടെ നിങ്ങളുടെ പ്രൊഫൈൽ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ എഡിറ്റ് ചെയ്യാം. എന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ താണ്ട് വർക്ക് എന്ന് പറയുന്ന ഈ ഒരു ടാബിൽ കിടക്കുന്നുണ്ട്. അതിനുശേഷം നിങ്ങൾക്ക് ലൈവ് സ്ട്രീം എന്ന് പറയുന്നൊരു ടാബ് ഉണ്ട്. ലൈവ് സ്ട്രീം ചെയ്യാനുള്ള ഇതിനകത്ത് ആക്സസ് ഒക്കെ അവർ തരുന്നുണ്ട്. അതൊക്കെ ഓരോ ഈ ആപ്പിലൊക്കെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമുക്ക് ലൈവ് സ്ട്രീം നടത്താനും ഒക്കെ ഉള്ള ഒരുപാട് എക്സ്ട്രാ ഫെസിലിറ്റി തരുന്നുണ്ട്. അതിനുശേഷം മൂഡ് ബോർഡ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി തരുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വർക്കുകളൊക്കെ ഇവിടെ ഉണ്ട് ആഡ് ചെയ്തിടാം. നിങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്ന ടൈമിൽ അത് എടുത്ത് നോക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. അതുപോലെ ഒരുപാട് അപ്രീസിയേഷൻസുകൾ, ആൾക്കാർക്ക് ലൈക്ക് അടിക്കുക, അങ്ങനെ കമൻറ്റ് ചെയ്യുക തുടങ്ങിയ അപ്രീസിയേഷൻസുകളൊക്കെ ഉണ്ടാക്കി തരുന്നുണ്ട്. പിന്നെ ഇൻസൈറ്റ്സ് തരുന്നുണ്ട്. ഇൻസൈറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിനകത്ത് നിങ്ങളുടെ പ്രോജക്ട്സുകൾ എത്രയുണ്ട്, അതിൽ എത്ര പേര് അപ്രീസിയേഷൻ നൽകിയിട്ടുണ്ട്, എത്ര പ്രോജക്റ്റിന് കമൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഇതൊക്കെ നമുക്കിങ്ങനെ അറിഞ്ഞുകൊണ്ടേയിരിക്കുക. അതൊക്കെ ഒരു ഡിസൈനർ എന്ന നിലയിൽ നമ്മുടെ വളരെയേറെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്ന കുറേ കാര്യങ്ങളാണ്, നമുക്ക് കുറേ മോട്ടിവേഷൻ തരുന്ന കാര്യങ്ങളുമാണ്. ഈ ഡ്രാഫ്റ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആസ് യൂഷ്വൽ പുതുതായിട്ട് പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാനുള്ള പേജ്. ഇതാണ് നമ്മുടെ ഒരു ഡാഷ്ബോർഡ്. ഇത്രയും ആദ്യം സെറ്റ് ചെയ്യുക. വെറും സിമ്പിളാണ്, ഇപ്പോൾ കണ്ടതുപോലെ അല്ലേ. അത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റ് ജോലി. അതിനുശേഷം നിങ്ങളുടെ പ്രോജക്റ്റുകൾ ഇട്ട് തുടങ്ങിക്കോളുക. അതിനായിട്ട് ക്രിയേറ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രോജക്റ്റ് ഇടാനായിട്ടുള്ള ഒരു പേജിലേക്ക് നമ്മൾ വരും. വളരെ ഈസിയാണ്. നിങ്ങൾ ചെയ്തിരിക്കുന്ന വർക്കുകളെ നിങ്ങൾ നല്ല രീതിയിൽ, ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, നല്ല മോക്കപ്സുകളായിട്ട് ക്രിയേറ്റ് ചെയ്തിടുക. ചെയ്തതിന് ശേഷം ആ പ്രോജക്റ്റുകൾ കൊണ്ട് ഇവിടെ ആയിട്ട് പ്ലേസ് ചെയ്യുക. അതാണ് നമ്മുടെ ഒരു എയിം എന്ന് പറയുന്നത്. എങ്ങനെയൊക്കെ ചെയ്യാം എന്നുള്ളതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒന്നുകിൽ ഇമേജ് ആയിട്ട് കൊണ്ട് പ്ലേസ് ചെയ്യാം, അതിന് കുറേ ടെക്സ്റ്റുകൾ അടിക്കാനുള്ള ഓപ്ഷൻസുകളുണ്ട്. ഫോട്ടോ ഗ്രിഡുകൾ പോലെ ഇടാൻ പറ്റും. നമുക്ക് വീഡിയോ, ഓഡിയോ പ്ലേസ് ചെയ്യാം. അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വീഡിയോ കൊണ്ട് നമുക്കിവിടെ എംബഡ് ചെയ്യാം. ഇങ്ങനെ ഒരുപാട് രീതിയിൽ നമുക്ക് ഫയലുകൾ ഇവിടെ കൊണ്ടിടാം. ആദ്യം നമ്മൾ ചെയ്ത വർക്കുകളെ നല്ല രീതിയിൽ മോക്കപ്പായിട്ട് ഡിസൈൻ ചെയ്ത് നല്ലപോലെ നിങ്ങൾക്ക് JPG ഫയലായിട്ടോ മറ്റും സേവ് ചെയ്ത് ഒരു ഫോൾഡറിൽ ഇടുക. ഞാനിവിടെ എനിക്ക് കൂടുതൽ വർക്കുകളൊന്നും ഇടുന്നില്ല. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ആയതുകൊണ്ട് മാത്രം ഇങ്ങനെ ഒരെണ്ണം കാണിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു തമ്പ് കൊണ്ട് ഇവിടെ പ്ലേസ് ചെയ്ത് ജസ്റ്റ് കാണിക്കുന്നു എന്ന് മാത്രം. നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ ചെയ്ത വർക്കുകളെ നല്ലപോലെ ആപ്ലിക്കേഷൻസുകളുടെ ഒക്കെ നല്ലപോലെ മോക്കപ്പ് ചെയ്ത് ആദ്യം ഒരു ഫോൾഡറിൽ സേവ് ചെയ്യുക. എനിവേ ആദ്യം ഇവിടെ ഒന്നുകിൽ നിങ്ങളിവിടെ റൈറ്റിൽ ഇമേജിൽ അല്ലെങ്കിൽ ഇവിടെ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഏതെങ്കിലും ഒരു ഇമേജിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾ ചെയ്തിട്ടിരിക്കുന്ന ഡിസൈൻ അപ്ലോഡ് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇന്നലെ അപ്ലോഡ് ചെയ്ത് നമ്മളൊരു തമ്പിൻ്റെ ഒരു ഇമേജ് ഇവിടെ ജസ്റ്റ് ഒന്ന് പ്ലേസ് ചെയ്യുകയാണ്. നിങ്ങൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് ജസ്റ്റ് ഒരു തമ്പ് എടുക്കുന്നത്. നിങ്ങൾ ഒരുപാട് നല്ല രീതിയിലുള്ള ഇമേജസുകൾ ക്രിയേറ്റ് ചെയ്തോണം. അത് ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഇമേജ് ഇവിടെ ആയിട്ട് നമുക്ക് തമ്പ് ലോഡ് ചെയ്യുന്നു. ലോഡായി കഴിഞ്ഞു. ഇനി ഈ ലോഡായി കഴിഞ്ഞ ഇമേജിനെ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ആഡ് ടാഗ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കീവേഡുകൾ ആഡ് ചെയ്ത് കൊടുക്കാം.
എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഇട്ടിരിക്കുന്ന ഡിസൈൻ എന്തുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതൊരു UI UX ആണെന്നുണ്ടെങ്കിൽ UI UX ഡിസൈൻ എന്ന് കൊടുക്കാം. കോമ ഇടുക, കോമ ഇട്ടാൽ ഓട്ടോമാറ്റിക്കായി ടാഗ് ആവും. അടുത്ത് എഴുതുക, ടാഗ് ഇടുക. അത് ടാഗ്സ് എന്ന് പറയുന്നത് നിങ്ങളെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഗൂഗിളിലൊക്കെ ഓരോരുത്തർ സെർച്ച് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഒരു സെർച്ച് എഞ്ചിൻ ലെവലിൽ കുറച്ചും കൂടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുകൊണ്ട് നല്ല രീതിയിലുള്ള ടാഗ്സുകളും നല്ല രീതിയിലുള്ള ഓൾട്ട് ടെക്സ്റ്റുകളും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലുള്ളത് ഇടുക. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഓക്കെ, ദെൻ അതിനുശേഷം ഇൻ കേസ് നിങ്ങൾ ഇട്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ട് വേണ്ട അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം, അതിനകത്ത് ഡിലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലോ മറ്റു ഇവിടെ ഒരു ഐക്കൺ ഉണ്ട് എഡിറ്റിൻ്റെ, അത് ക്ലിക്ക് ചെയ്താൽ ഡിലീറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇമേജ് മാത്രമായിട്ട് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ ക്യാപ്ഷൻ വേണമെങ്കിൽ കൊടുക്കാം. അതിൻ്റെ റീഓർഡർ ചെയ്യാം, അങ്ങോട്ട് 1 by 1 ആയിട്ട് ഇടുന്നതിന് റീഓർഡർ ചെയ്യാം. അതിനൊക്കെയുള്ള ഓപ്ഷനും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഒരു ഇത് നമ്മൾ ഇട്ട് കഴിഞ്ഞു. ഇനി സാധാരണഗതിയിൽ നമുക്ക് അടുത്ത എന്തെങ്കിലും ഇടണമെന്നിരിക്കുക. ഇപ്പോൾ അടുത്തൊരു ടെക്സ്റ്റ് ഇടണമെന്നിരിക്കുക. അപ്പോൾ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ആയിട്ട് നിങ്ങൾക്ക് ടെക്സ്റ്റ് പ്ലേസ് ചെയ്യാം. അപ്പോൾ ഞാൻ സാധാരണഗതിയിൽ ടെക്സ്റ്റ് ഒക്കെ ഇടുന്നത് വർക്കുകൾ ഒരുപാട് ഇട്ടിട്ട് വന്നതിന് ശേഷം ലാസ്റ്റ് താങ്ക്സ് ഫോർ വാച്ചിങ് എന്നൊക്കെ പറഞ്ഞിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ. താഴെയായിട്ട് ഇങ്ങനെ എഴുതിയിരിക്കുന്ന താങ്ക്സ് ഫോർ വാച്ചിങ് എന്നൊക്കെ ഉള്ളത്, അതുപോലുള്ള വല്ല ടെക്സ്റ്റുകളും എല്ലാം ഇടുന്നതിനൊക്കെയാണ് സാധാരണ ടെക്സ്റ്റ് ഉപയോഗിക്കുന്നത്. ഞാനിവിടെ ഇപ്പോൾ ഒരു ഇമേജേ ഇട്ടുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ഇമേജ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഒരുപാട് താഴോട്ട് ഇമേജുകൾ ഇങ്ങനെ വീണ്ടും ഇമേജ് ഇട്ടാൽ അടുത്ത ഇമേജ് ഇടാം, വീണ്ടും ഇമേജ് ക്ലിക്ക് ചെയ്താൽ അടുത്ത ഇമേജ് ഇടാം. ഇങ്ങനെ താഴെയായിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അങ്ങനെ ഒരുപാട് നല്ല ഇമേജുകളുടെ ഡിസൈൻസുകൾ ക്രിയേറ്റ് ചെയ്ത് താഴേക്കായിട്ട് പ്ലേസ് ചെയ്യുക. അതുപോലെ തന്നെ ഇതിനകത്ത് നമുക്ക് വീഡിയോസുകൾ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ റൈറ്റിലായിട്ട് എംബഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ആ വീഡിയോ കൊണ്ട് എംബഡ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ നമ്മുടെ ചാനലിൽ പോയതിന് ശേഷം അതിനകത്ത് ഇപ്പോൾ ഈ ഒരു വീഡിയോ, ഇപ്പോൾ ആ കണ്ട തമ്പിൻ്റെ ഒരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോയ്ക്കകത്ത് ക്ലിക്ക് ചെയ്യുക. ആ വീഡിയോയ്ക്കകത്ത് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ താഴെയായിട്ട് ഷെയർ എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ആ ഷെയറിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എംബഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. എംബഡ് ചെയ്യുമ്പോൾ അതിൻ്റെ കോഡ് ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് കാണിക്കും. കണ്ടോ, ഈ ഒരു എംബഡ് എന്ന് പറയുന്നതിൻ്റെ ഒരു കോപ്പി, അത് മൊത്തം കൂടെ സെലക്ട് ചെയ്യുക, കോപ്പി ചെയ്യുക, നിങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് ഈ ഒരു പ്ലേസിലായിട്ട് പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം എംബഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ആ വീഡിയോ ഓട്ടോമാറ്റിക്കായിട്ട് താഴെയായിട്ട് വരുന്നതാണ്. ഇങ്ങനെ നിങ്ങൾക്ക് വീഡിയോസുകൾ വേണമെങ്കിൽ കൊണ്ടുവരാം, ഇമേജസുകൾ കൊണ്ടുവരാം, ടെക്സ്റ്റ് കൊണ്ടുവരാം, എത്ര വേണമെങ്കിലും 1 by 1 ആയിട്ട് താഴോട്ട് ആഡ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കാം. ഇതാണ് ഒരു പ്രത്യേകത. അപ്പോൾ എത്ര വർക്കുകൾ ചെയ്തിരുന്നാലും ബിഹാൻസിലായിട്ട് ഇതുപോലെ 1 by 1 ആയിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അതിനുശേഷം നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റൈലുകൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ ഇവിടെ ഒന്ന് സ്റ്റൈൽസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഇപ്പോൾ വൈറ്റ് ആണ് കിടക്കുന്നത്. ഇപ്പോൾ വൈറ്റ് മാറ്റി നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും കളർ ആക്കണമെന്നിരിക്കട്ടെ. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ സ്പേസിങ്ങൾ ഓരോന്നും തമ്മിൽ എത്ര സ്പേസ് വേണമെങ്കിൽ ഇവിടുന്ന് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം പോലെ വന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെ സ്റ്റൈലിങ്സുകളുണ്ട്, അതുപോലെ തന്നെ കുറേ സെറ്റിങ്സുകളുണ്ട്. ഈ സെറ്റിങ്സിൽ വന്നിട്ട് നിങ്ങൾ ഇവിടെ ആയിട്ട് നിങ്ങളുടെ പ്രോജക്റ്റിൻ്റെ ടൈറ്റിൽ കൊടുക്കണം. ആ പ്രോജക്റ്റ് എന്ത് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്, അതിന് പറ്റിയ ടാഗുകൾ കൊടുക്കണം, എന്തൊക്കെയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കാറ്റഗറി, അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് ഒന്ന് സെലക്ട് ചെയ്ത് നിങ്ങൾ ഏത് മേഖലയിലുള്ളവരാണ് കാണാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ അതൊക്കെ ഇവിടുന്ന് ടിക്ക് ചെയ്ത് കൊടുക്കാനൊക്കെ പറ്റും. അതിനുശേഷം ഇവിടെ അപ്ലോഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെയാണ് നമ്മുടെ ഒരു തമ്പ് ഇമേജ് കൊടുക്കേണ്ടത്. ഈ ഇമേജാണ് സാധാരണ നമ്മൾ ബിഹാൻസ് എടുക്കുന്ന സമയത്ത് ഫ്രണ്ടിൽ കാണുന്ന ആ ഒരു ഇമേജ്. ഓക്കെ, അതിൻ്റെ സൈസ് എന്ന് പറയുന്നത് 808 പിക്സൽ ഇൻറ്റു 632 പിക്സലാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു പിക്സൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്, ജസ്റ്റ് ഒരു സാമ്പിളിന് വേണ്ടിയിട്ട്. ആ ഒരു സൈസിലായിട്ട് ആ സൈസിലുള്ള ഇമേജും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. കാര്യം ഒരു ബിഹാൻസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ അതായിരിക്കും ആദ്യമേ കാണുന്ന ഒരു തമ്പെന്ന് പറയുന്നത്. ആ ഒരു സൈസ്, ആ ഒരു ഇമേജ് കണ്ടിട്ടായിരിക്കും ആൾക്കാർ അകത്തോട്ട് കയറുന്നത്. ഇവിടുന്ന് നിങ്ങൾക്ക് സൈസ് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതുപോലെ സൈസിനെ വേണമെങ്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ കൊടുക്കാം. ചെയ്തതിന് ശേഷം ഇവിടെ ക്രോപ്പ് കൊടുക്കാം. ക്രോപ്പ് ചെയ്തിട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് പബ്ലിക്കായി നിങ്ങൾക്കായിട്ട് ഇത് പബ്ലിക് ചെയ്ത് ഈ പ്രോജക്റ്റ് കൊടുക്കും. ഇവിടെ എനിക്ക് ഇപ്പോൾ ഇൻ കേസ് ടൈറ്റിലൊന്നും ആഡ് ചെയ്തിട്ടില്ലെങ്കിൽ ടൈറ്റിൽ ആഡ് ചെയ്യണമെന്ന് അവർ ചോദിക്കും. അപ്പോൾ ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ആയിട്ട് ടൈറ്റിൽ കൊടുക്കാം. ചാർജ് എന്ന് പറഞ്ഞാൽ ടൈറ്റിൽ കൊടുത്തു. ഞാൻ ഇവിടെ ഗ്രാഫിക്സ് അല്ലെങ്കിൽ ഇവിടെ ഇല്ലുസ്ട്രേഷൻ ഇതുപോലുള്ള ഇൻട്രാക്ഷൻ ഡിസൈനൊക്കെ സെലക്ട് ചെയ്തു. അതുപോലെ എന്തെങ്കിലും വേണമെങ്കിൽ UI UX ഡിസൈൻ എന്ന് പറഞ്ഞ ടാഗ്സുകൾ കൊടുത്തു. അങ്ങനെയുള്ള ഓരോന്ന് വേണമെങ്കിൽ ഏതൊക്കെ സോഫ്റ്റ്വെയർസ് ഇതിനകത്ത് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സോഫ്റ്റ്വെയറുകൾ ഇവിടെ മെൻഷൻ ചെയ്യാം. അങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം മാത്രം പബ്ലിഷ് ചെയ്യുക. പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോജക്റ്റ് പബ്ലിഷ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നോ ഡൺ കഴിഞ്ഞു, ചെയ്തു, അതിൻ്റെ പണി കഴിഞ്ഞു, ഓക്കെ അടിച്ചാൽ നമ്മുടെ പ്രൊഫൈലിലേക്ക് അത് വന്നു കഴിഞ്ഞു എന്നാണ് അർത്ഥം. ഓക്കെ, ഈ ഒരു പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, ഞാൻ ഒരു ഇമേജ് ഇട്ടു, ആ ഇമേജ് താഴെയായിട്ടൊരു വീഡിയോ ഇട്ടു. ഇത് മാത്രമേ ഇട്ടിട്ടുള്ളൂ. ഇതിനകത്ത് നമുക്ക് വന്ന് ലൈക്ക് ചെയ്യാനൊക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്, എത്ര പേര് കണ്ടെന്നറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്, കമൻ്റ് അറിയാനുള്ള ഓപ്ഷൻ ഉണ്ട്. വളരെ വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് ഇപ്പോഴും ബിഹാൻസ് എന്ന് പറയുന്നത്. ഇത് ഒരുപാട് പേർക്കുണ്ട്, അറിഞ്ഞുകൂടെങ്കിൽ ഉള്ളവർക്കും കൂടെ ഇത് പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ ഉള്ളവർ ഇതുപോലെ നല്ല നല്ല ഡിസൈൻസുകൾ 1 by 1 ആയിട്ട് ഇടാൻ ശ്രമിക്കുക.
അങ്ങനെ ഇട്ടുകൊണ്ട് നിങ്ങളുടെ ബിഹാൻസ് പ്രൊഫൈൽ നല്ല മെച്ചപ്പെടുത്തിയെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അതാണ് നിങ്ങൾ ചെയ്യേണ്ട ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ടോപ്പിലായിട്ട് ഇവിടെ ജോബ്സ് ഒക്കെ ഉള്ള ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഓൾറെഡി വന്നിട്ട് നിങ്ങൾക്ക് ജോബ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ നിന്ന് തന്നെ ജോബ്സിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇവിടെ എല്ലാം ലോഗിൻ ചെയ്തേക്കുന്നത് കൊണ്ട് ഈ ഒരു മെയിൽ ഐ ഡിക്കകത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ ജോബ്സുകൾക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീലാൻസ് വർക്കുകൾക്ക് ഒക്കെ വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പോർട്ട്ഫോളിയോയുടെ പേജിൽ വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ടോപ്പിലായിട്ട് നമ്മൾ നേരത്തെ പേര് കൊടുത്തത് സെർച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ behance.net/UX/UI mania എന്നായിരുന്നു നമ്മൾ നേരത്തെ പേര് കൊടുത്തത്. എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പേജിലേക്ക് വരും. കണ്ടോ, അങ്ങനെ നമ്മൾ നമ്മുടെ ഒരു ഡാഷ്ബോർഡിലേക്ക് വന്നു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ചെയ്തതുപോലെ നിങ്ങൾക്ക് എത്ര പ്രോജക്റ്റുകൾ വേണമെങ്കിലും ആഡ് ചെയ്യാം. അതിങ്ങനെ 1 by 1 ആയിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. നിങ്ങൾക്ക് ലോകത്തിൻ്റെ ഏത് മൂലയിലേക്ക് വേണമെങ്കിലും നിങ്ങളുടെ ലിങ്ക് പോർട്ട്ഫോളിയോ ആയിട്ട് അയച്ചു കൊടുക്കാം. behance.net/UX/UI mania എന്ന് എടുത്തെടുത്ത് നിങ്ങളുണ്ടാക്കിയ പേരടിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു പോർട്ട്ഫോളിയോ ലിങ്കാക്കി കഴിഞ്ഞു. ഈ ലിങ്ക് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഷെയർ ചെയ്ത് കൊടുക്കാം. ആ ഒരു ലിങ്ക് മതി ചിലപ്പോൾ നിങ്ങളുടെ ലൈഫ് തന്നെ മാറ്റിമറിക്കാൻ. കാര്യം നിങ്ങളുടെ മികച്ച വർക്കുകൾ ഇതുവരെ നിങ്ങളുടെ കമ്പ്യൂട്ടറുകളിൽ തന്നെ പലരുടെയും സിസ്റ്റത്തിൽ കിടക്കുകയായിരിക്കും. അതൊന്നെടുത്ത് കൊടുതട്ടി നല്ല രീതിയിലൊന്ന് മോക്കപ്പ് ഒക്കെ ആക്കി ഇതുപോലെ കൊണ്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പബ്ലിഷ് ചെയ്യാം. അതിനുശേഷം ഈ ലിങ്ക്, നിങ്ങളുടെ പേരിലുള്ള ലിങ്ക് നിങ്ങൾ നല്ല കുറേ സ്ഥലങ്ങളിലായിട്ടൊന്ന് പബ്ലിഷ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ കാണാം നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റം എന്താണ്. അതാണ് പോർട്ട്ഫോളിയോ എന്ന് പറയുന്ന ഒരു കാര്യത്തിൻ്റെ വളരെ പ്രധാനം എന്ന് പറയുന്നത്, പ്രത്യേകിച്ചും ഡിസൈനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്ക്. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സ്, ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഡിസൈനേഴ്സും ബിഹാൻസിൽ ശ്രദ്ധിക്കുക. ആർക്കെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ഒരു ഡിസൈനർക്ക് സ്വന്തമായ ഒരു പോർട്ട്ഫോളിയോ ഇല്ല എന്നുണ്ടെങ്കിൽ എല്ലാവർക്കും 100% ആയിട്ടുള്ള ആൾക്കാർക്കും ഡിസൈനേഴ്സിനും പോർട്ട്ഫോളിയോ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചേക്കുന്നത് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ നല്ല രീതിയിലുള്ള പോർട്ട്ഫോളിയോകൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ നല്ല ക്രിയേറ്റീവ് ആയിട്ടുള്ള വർക്കുകൾ ഉണ്ടാക്കിയിട്ട് ആ പോർട്ട്ഫോളിയോസുകളെ നിങ്ങൾക്ക് ഒക്കുമെങ്കിൽ ആ ലിങ്ക് എൻ്റെ ഇവിടെ വീഡിയോയ്ക്ക് കമൻ്റായിട്ട് ഷെയർ ചെയ്യാം. അത് സന്തോഷമാണ്. അതുപോലെ തന്നെ ചില വർക്കുകൾ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണാനും ഒക്കെ തന്നെ അത് സഹായിക്കും. അപ്പോൾ എനിവേസ് കേരളത്തിൽ ഒരു ഡിസൈനർ പോലും ഇനി സ്വന്തമായിട്ടൊരു പോർട്ട്ഫോളിയോ ഇല്ലാത്തൊരു ഡിസൈനർ ഉണ്ടാവരുത് എന്നുള്ളതാണ് ആഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും ഈ ഡിസൈനേഴ്സുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമല്ല അല്ലാതെ മറ്റാരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിലും നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക്, ഡിസൈനേഴ്സ് ആയിട്ടുള്ള പ്രത്യേകിച്ചുള്ള സുഹൃത്തുക്കളിലേക്ക് ഇത് എത്തിച്ചു കൊടുക്കുക. ഈ ഒരു വീഡിയോ ലിങ്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് ആക്ടിവേറ്റ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ ഗൈസ്.